ഞങ്ങൾ കഴിഞ്ഞ ദിവസം എറണാകുളത്തുള്ള ജയലക്ഷ്മിയിൽ പോയിരുന്നു കേട്ടോ. അവിടെ ഓൾറെഡി ജയലക്ഷ്മിയുടെ ഒരു ഷോറൂം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ പുതുതായിട്ട് വൈറ്റ്ലയിൽ ഒരു ജയലക്ഷ്മിയുടെ ഷോറൂം ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോയിട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എറണാകുളം വഴി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും വാങ്ങിച്ചില്ലെങ്കിലും ഈ ഷോറൂം ഒന്ന് ജസ്റ്റ് കണ്ടോളൂ. അത്രയ്ക്കും വലിയ ഷോറൂമാണ്. വളരെ സ്പേഷ്യസ് ആണ് കേട്ടോ. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ചുരിദാറുകളാണ് നിറയെ ഇട്ടിരിക്കുന്നത്. അവിടെ എത്തിയപ്പോൾ ചേച്ചിയുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. പിന്നെ അവർ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് നിന്നു. പിന്നെ അവിടെ റണ്ണിങ് മെറ്റീരിയൽസും ഉണ്ട്. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അധികം അങ്ങനെ സ്റ്റാർട്ടിങ് അല്ലേ കട, അധികം അങ്ങനെ എടുത്തു തരാനായിട്ടൊന്നും ആരുമില്ല. കാര്യം ഒരുപാട് ജോലിക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളൊരെണ്ണം എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വില പറയാനൊന്നിനും ആരുമില്ല. കണ്ട ഇൻറ്റീരിയറൊക്കെ എന്തൊരു ഭംഗിയാണ് നോക്കി നിങ്ങൾ കാണാനായിട്ട്. സൂപ്പറാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇതിൻ്റെ ട്രയൽ റൂം കണ്ടോ. ട്രയൽ റൂമുകളെല്ലാം ഒരുമിച്ച് ഒരൊറ്റ സൈഡിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇത് കിഡ്സ് സെക്ഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിഡ്സ് സെക്ഷനൊന്നും നോക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടേക്കൊന്നും പോയില്ല. ഞങ്ങൾ മെയിനായിട്ട് സാരി ഡിപ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ കോൺസെൻട്രേറ്റ് ചെയ്തത്. സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. സാരീനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ടൈപ്പുള്ളവർക്കുണ്ട്. വില കുറഞ്ഞതോ ആവറേജോ ഹൈയോ. പിന്നെ എന്താ വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ, അവിടെ എടുത്തു തരാനായിട്ട് ആരുമില്ല. നമ്മൾ തന്നെ കണ്ടെത്തി എടുക്കണം. അതിലാണ് നമ്മുടെ കഴിവിരിക്കണേ. ഇഷ്ടം പോലെ സെലക്ഷനുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ പരതി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടാണ്. ഈ സാരി കൊള്ളാമെന്ന് തോന്നി. അപ്പോൾ ഇതിൻ്റെ 3 കളറ് മാത്രമേ അവിടെ ഉള്ളൂ. ആഷും ലാവൻഡറും ഈ ലൈറ്റ് പിങ്കും. അപ്പോൾ ഈ 2 എണ്ണം ഞങ്ങൾ എടുത്തു കേട്ടോ. പിന്നെ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് ഇത്തിരി ടെൻഷനാണല്ലോ. ചാഞ്ഞും ചെരിഞ്ഞും നിരീക്ഷിച്ചും പരീക്ഷിച്ചും ഒരുപാട് നോക്കിയതിന് ശേഷമാണ് അത് എടുത്തത്. അതൊന്നും നമുക്ക് നിവർത്തി കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് നിവർത്തി നോക്കാനൊന്നും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ആരുമില്ല. എന്ന് അത്രയ്ക്കും തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവം ഇതെന്താ ഇങ്ങനെയും ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോഴേക്കും ഇതൊക്കെ റെഡിയാവുന്നു. അതായത് അത്രമാത്രം തിരക്കാണ്. പിന്നെ അവിടെ വരുന്നവരൊക്കെ ഞാൻ നോക്കുമ്പോൾ 10-15 എടുത്തിട്ടാണ് പോണത്. എനിക്ക് തോന്നുന്നു ഈ ഫെസ്റ്റിവൽ സീസൺ വരികയാണല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ ഒരു കൂട്ടർ ഈ ടൈപ്പ് സാരി എടുത്ത് കൊണ്ടിരുന്നു. അത് വളരെ അഫോർഡബിൾ റേറ്റാണ്. അപ്പോൾ ഞങ്ങളത് 3-4-5 പേര് എടുത്തു കേട്ടോ ആ സാരി. അതെടുത്തു അങ്ങനെയായിട്ട്. പിന്നെ ഞങ്ങൾ ആദ്യമേ ചെന്നപ്പോൾ തന്നെ 2 സാരി എടുത്തു കൊടുത്തു. ആ സെയിൽസ് ഗേളിനെ അവിടെ വയ്ക്കാൻ പറഞ്ഞു. പക്ഷേ തിരിച്ച് ചെന്നപ്പോൾ ആ സാരി അവിടെ കാണാനില്ല. അത് വേറെ ആരും എടുത്തുകൊണ്ട് പോയി. അങ്ങനെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തലയൊക്കെ കറങ്ങി തുടങ്ങി. ഞങ്ങളിത് ചായ കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതിൻ്റെ ഭാഗത്തായിട്ടാണ് ജെൻസിൻ്റെ സെക്ഷൻ കേട്ടോ. അതും വലിയ സ്പേഷ്യസ് തന്നെയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും സാരി സെക്ഷനിലേക്ക് വന്നു. ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മിനി ചേച്ചി എടുത്തു, ഞാനും എടുത്തു. പിന്നെ ഞങ്ങൾ സെലക്ട് ചെയ്ത സാരികൾ ഇതൊക്കെയാണ് കേട്ടോ. ഒരു 5-6 സാരി ഞാൻ വാങ്ങിച്ചു. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഒക്കെ സാരി വാങ്ങിച്ചു. അങ്ങനെ അത്യാവശ്യം പർച്ചേസൊക്കെ ഞങ്ങൾ നടത്തി. അപ്പോൾ കൂടി ഉണ്ടായിരുന്ന റെജിയാൻ്റെ ഒരു സ്പെഷ്യൽ കളറ് സാരി എടുത്തത്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു അതിൻ്റെ അണ്ടർസ്കേർട്ടൊക്കെ ബ്ലൗസൊക്കെ ഇവിടെ തന്നെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്കും പോയിട്ടോ. അവിടെ അത് അണ്ടർസ്കേർട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബില്ല് പേ ചെയ്തതിന് ശേഷം നമ്മുടെ ഐറ്റംസ് കിട്ടാനുള്ള ക്യൂ ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി അവിടുത്തെ തിരക്ക്. എനിവേ ഗുഡ് സെലക്ഷൻ. അങ്ങനെ കിട്ടിയതൊക്കെ വാരി പൊത്തി ഞങ്ങൾ പോകുന്നു കേട്ടോ.